സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് റമദാനിലെ ആദ്യത്തെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ അത്താഴത്തിന് നീച്ച പാടുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഇതാ അന്ന് അത്താഴത്തിന് ചീരൻ്റെ ഇല താളിച്ചതും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചായയും പിന്നെ കുറച്ച് തോനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ വേഗം നിസ്കരിക്കാൻ പോവുകയാണ്. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓതാണ് കേട്ടോ. അപ്പോൾ ഈ റമദാനിലാണല്ലോ കൂടുതൽ ഓതലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഓതാനായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും നോമ്പായ അത്താഴം കഴിച്ച് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കടത്തം ഉണ്ടാവുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കടത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡെസ്കിൽ വന്നതാണ്. അപ്പോൾ ആ ഡെസ്കിന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിലെടുത്ത് പെൻസിലെടുത്ത് അളന്നൊക്കെ വരയ്ക്കണമല്ലോ. അപ്പോൾ ആ ഒരു മടി കൊണ്ട് മാത്രമാണ് ഞാൻ വരയ്ക്കാതൊക്കെ എഴുതണത്. അപ്പോൾ എനിക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ഓർത്ത് എഴുതുന്നുണ്ട്. ഞാൻ എഴുതാൻ ഈ ഒരു പെന്നെടുത്തു. പക്ഷേ ആദ്യത്തെ ലെറ്റർ മാത്രം ഇങ്കായി എന്നല്ലാതെ ബാക്കിയൊന്നും മഷി ഉണ്ടായിരുന്നില്ല. മഷി ഉണ്ട് പക്ഷേ പൊടിയനുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കുറേ കുടഞ്ഞൊക്കെ ചെയ്തു. പക്ഷേ എങ്ങനെ ആയാലും മഷില്ല. പിന്നെ എൻ്റെ അടുത്ത് ബ്ലാക്ക് ഇങ്ക് ഉണ്ടായിരുന്നു, വേറൊരു ബ്ലാക്ക് ഇങ്ക്. അപ്പോൾ അത് വെച്ചിട്ടാണ് എഴുതണത്. ഇതുവരെയായിട്ടും ഞാൻ ഇതുകൊണ്ട് എഴുതിയിട്ടില്ല. അപ്പോൾ എഴുതി നോക്കുമ്പോൾ തന്നെ നല്ല കളറുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയിക്കാണ്ട് എൻ്റെ ടേബിളിൻ്റെ അവിടെ ഒരു ചെടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ ആദ്യം മണ്ണിൽ വെക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. മണ്ണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മണ്ണിൽ കളിച്ചു കൊടുക്കണം, പിന്നെ അത് നനച്ചു കൊടുക്കണം. അതൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് പിന്നെ ഞാനത് വെള്ളത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ചെടി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പരിപാലിക്കൂല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെടി ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവില്ലേ. ഇതും മണ്ണിൽ വെച്ച് അത് ചീഞ്ഞു പോയി. പിന്നെ ഞാനിത് ഇങ്ങനെ വേറൊരു ചെടി പറിച്ചു വന്നിട്ട് അത് വെള്ളത്തിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടും വെള്ളം മാറ്റിയതിന് ശേഷം അവിടുത്തെ സ്ഥലത്തേക്ക് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ അകം ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രഷ് ആകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പത്തിരി കുഴക്കാനും സമാക്കാൻ തന്നു. പിന്നെ ഞങ്ങളുണ്ടാവും മത്സരിച്ച് കുഴക്കലായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മയാണ് ഇങ്ങനെ ആക്കിയത്. ഞാനാക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെ ചെറുതായി പോവും. അപ്പോൾ ഉമ്മ ആക്കിയാണ്ട് റോളാക്കി തരികയാണ്. ഇനി പരത്തണം, അതേപോലെ തന്നെ അമർത്തിയാണ് പരത്തണം കേട്ടോ. അപ്പോൾ നൈസ് പത്തിരി കിട്ടും. ഞങ്ങളങ്ങനെയാണ് ചെയ്യാറുള്ളത്. വിചാരിക്കണ്ടാവുന്നത് നിലത്ത് കുഴക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ കുഴക്കണത്. അപ്പോൾ ഐശ്വര്യമായി ആദ്യത്തെ തന്നെ നല്ല കോളായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആഴ്ചങ്ങന്ന് ഒന്ന് അതിനെ റോളാക്കിയിട്ട് ഇതാക്കുകയാണ് കേട്ടോ, പരത്തുകയാണ്. ഈ ഒരു പൊടി എത്ര ശരിയാക്കിയിട്ടും റെഡി ആവണില്ല. പിന്നെ ഞാൻ ഒരു വിധത്തിൽ റെഡിയാക്കി വെച്ചുകൊണ്ട് അങ്ങോട്ട് റെഡിയാക്കിയിട്ട് തുറന്നിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് പൊടിയിൽ മുക്കുമല്ലോ, അങ്ങനെ ഒന്ന് ടിപ്പ് എടുത്തിട്ടുണ്ട്. അത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പരത്തും. ആദ്യത്തൊക്കെ ഞാനാണ് പരത്തിയത്, പിന്നെയാണ് കേട്ടോ ഇമ്മ പരത്തിയത്. ഞാൻ പരത്തിയത് നല്ല വലിയതായിക്കാണ് കിട്ടീനു. ഉമ്മാർക്ക് പിന്നെ കുറേ കാലത്തെ പരിശ്രമമില്ലാണ്ട് ഒക്കെ ഒരേ സൈസിലാണ് കിട്ടുള്ളൂ. പിന്നെ അപ്പോകിനും ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂകവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുടിച്ചാൽ നല്ലതാണ്. പിന്നെ തേങ്ങ വറുത്തിച്ചിട്ടുണ്ട് ചിക്കനിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടാങ്ക് വെള്ളം കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതേപോലെ ഞങ്ങൾക്കും വെച്ചു. പിന്നെ ഞാൻ പോയിട്ട് ഷോർട്ട് വീഡിയോ എടുത്തു. ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ താഴെ വന്നപ്പോൾ ഉമ്മ ഒക്കെ റെഡിയാക്കി പോകൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാമെന്ന്. ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വത്തക്കയാണ് കേട്ടോ കട്ട് ചെയ്യണത്. വത്തക്ക കട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യണത്. അതാകുമ്പോൾ നമുക്ക് തിന്നുമ്പോൾ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ അതിങ്ങനെ വലിച്ചെറിയേണ്ട ആവശ്യമില്ല. നമുക്കതിങ്ങനെ തിന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓവർ കോൺഫിഡൻസ് കാരണം ഇന്ന് നമ്മൾ ഈ പാത്രത്തിൽ കിട്ടിയപ്പോൾ കുറച്ച് നേരത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓറഞ്ചും കൂടിയും തൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പാത്രം കണ്ടെത്തുകയാണ്. അതിനുള്ള പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ബ്ലൂ പാത്രം എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി. ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു തോടൊക്കെ എടുത്തണം. ഞാൻ കുക്ക് ചെയ്താൽ അവിടെ ശരിക്കും കാണും കേട്ടോ. കാരണം ഞാൻ ശരിക്കും അങ്ങോട്ട് ക്ലീൻ ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ തണുപ്പുള്ള എല്ലാ സാധനങ്ങളും തണുപ്പിച്ചിട്ടാണ് തിന്നലുള്ളത്. വെള്ളം അടക്കം ഫ്രിഡ്ജിൽ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. 2 കുപ്പി വെള്ളം ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ നല്ല കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് പിന്നെ വെറുതെ കുത്തിരിക്കേനു കേട്ടോ. അങ്ങനെ പണിയൊന്നും ഇല്ലേനു. എല്ലാം നേരത്തെ തന്നെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പണിയൊന്നും ഇല്ലേനു. നിസ്കാരം അങ്ങനെ പുറത്തേക്ക് കുറേ ചെടികൾ അങ്ങനെ പൊന്തി നല്ല വിടർന്ന് നിൽക്കുന്നുണ്ട്. റമദാനായോണ്ടാ തോന്നുന്നുണ്ട്. എല്ലാം സന്തോഷത്തിൽ വിടർന്ന് നിൽക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു ചെടി ഉണ്ടായിരുന്നു. ഈ ചെടീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരത്തുള്ള ആകാശത്തിൻ്റെ ഒരു കാഴ്ചയാണ്. പിന്നെ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി വന്നപ്പോൾ പൊക്കവട കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ ഈ സമയം കുറച്ച് നോമ്പുറക്കാനുള്ള ആ ഒരു സമയം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞ് കൂകവെള്ളമാണ് കേട്ടോ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നോമ്പ് തുറക്കാണ്ടിരുന്നത്. പിന്നെ ഒരു ഈത്തപ്പഴം കഴിച്ചിട്ട് ഇന്നത്തെ നോമ്പ് തുറന്നു. പിന്നെ ഇങ്ങനെ കാര്യമായിട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണും വരെ ബായ്.